ഹായ്, ഞാനിപ്പം ഗോരഖ്പൂരിലാണ് കേട്ടോ. ഗോരഖ്പൂർ ഉത്തർപ്രദേശിലുള്ള നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ വന്നത്. ഈ രപ്തിസാഗർ, കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്, അതിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ വന്നത്. സമയം ഇപ്പോൾ 3:30. സൊണോലി എന്ന് പറഞ്ഞൊരു ബോർഡറിലേക്ക് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇനിയിപ്പം ഏതാണ്ട് വൈകുന്നേരം ആവും ഇനിയിപ്പം സൊണോലി ബോർഡറിൽ എത്തണമെങ്കിൽ. അപ്പോൾ ബസ് പിടിച്ച് ഏതാണ്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ ബസ് അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്താലോ എന്ന് ആലോചിക്കാം. ഞാനിപ്പോൾ എന്തായാലും ബസ് സ്റ്റാൻഡിലേക്ക് പോട്ടെ, അവിടെ നോക്കാം. അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 7. Hello sir, where is the exit? Exit. Here. ഹായ്, ഞാനിപ്പം ഗോരഖ്പൂരിലാണ് കേട്ടോ. അപ്പോൾ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേപ്പാളൊന്ന് കാണാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പം രപ്തിസാഗർ എക്സ്പ്രസ്സിലാണ് വന്നത്. അതായത് കോഴിക്കോട് നിന്ന് പാലക്കാട് നിന്ന് ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്. അപ്പോൾ അതിലങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സമയം 4 മണിയായി. ഇനിയിപ്പം സൊണോലി ബോർഡറിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ബസ് കയറിയിരിക്കുകയാണ്. അപ്പം ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല. ബസ് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ബോർഡറിൽ ഇപ്പോൾ 6 മണിക്ക്, ഇപ്പോൾ ഇവർ പറയുന്നത് 7 മണിക്കേ ഉള്ളൂ ഈ ബസ് അവിടെ എത്തുള്ളൂ. അപ്പോൾ 7 മണിക്ക് അവിടെ എത്തിക്കുകയാണെങ്കിൽ ബോർഡർ കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അവിടെ റൂമൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. റൂം കിട്ടുമോയെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് അവിടെ റൂമൊന്നും കാണിക്കുന്നില്ല. കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ചെയ്യാനുള്ളത് ഞാനൊന്നും കാണുന്നില്ല. കാരണം 7 മണി രാത്രി ആയി പോകും. ആ സമയത്തൊക്കെ ബോർഡർ കടത്തി വിട്ടിട്ടില്ലെങ്കിൽ സൊണാലി ബോർഡർ കടത്തി വിട്ടിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. കയറാൻ പറ്റുമെന്ന് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത്, അതായത് ബോർഡറിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പം ജസ്റ്റ് അവിടെ ഇമിഗ്രേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ അവിടുത്തെ ബോർഡറുള്ള ആരോടെ ചോദിച്ചും കണ്ട് ഉള്ളോട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യമായിരിക്കും. എന്തായാലും എന്താണ് പറയുക, വരുന്ന വഴിക്ക് വെച്ച് കാണാം. അങ്ങനെ വിചാരിച്ച് പോവാം. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടി വരും റൂം കിട്ടിയിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ സൊണാലിയുടെ കുറച്ച് ബാക്കോട്ടായിട്ട് വേറൊരു സിറ്റി ഉണ്ട്, നത്വാനി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അവിടെ റൂം ഏതാണ്ട് 2 ഇട്ടുള്ളൂ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടേക്ക് പോകേണ്ടി വരും. എന്തായാലും വരുമ്പോൾ വരട്ടെ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുക ഇപ്പം. ഓക്കെ, ഇനിയിപ്പം ഒന്നുകിൽ നാളെ രാവിലെ ആയിരിക്കും പോകുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ആദ്യം പൊക്കറയിലേക്കാണ് പോകുന്നത്. അതായത് സൊണാലിയിൽ നിന്ന് ഏറ്റവും എളുപ്പം പൊക്കറയിലേക്ക് പോകാൻ, നേപ്പാളിലെ പൊക്കറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് എളുപ്പം. അപ്പോൾ ഞാൻ ആദ്യം പോവുക പൊക്കറയിലേക്കായിരിക്കും. അപ്പം ഇനിയിപ്പം നാളെ മുതലുള്ള കാഴ്ചകളൊക്കെ ഏതാണ്ട് നേപ്പാളിലുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ. ഇങ്ങനെയാവുമെന്നറിയില്ല. എന്തായാലും ഓക്കെ. ഏതാണ്ട് കുറച്ച് പേര് ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ട ബസ് വലിയ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ KSRTC കൂട്ടില്ലേ, അതേപോലെ ഉണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ. നമ്മളെ നാട്ടിലുള്ളതിനെക്കാട്ടി ഭയങ്കര ചൂടാണ്. ബസ് എടുത്തിട്ട് അവിടെ ഒരുപാട് നേരം അവിടെ നിർത്തിയിട്ടു. ഏത് നേരമാണെങ്കിലോ അവിടെ 7 മണിക്ക് എത്തുന്ന വലിയ ഉറപ്പൊന്നുമില്ല എനിക്ക്. വെച്ച് കാണാം. അങ്ങനെ ബോർഡർ കടന്നിട്ടോ. ഞാനിപ്പോൾ ഒരു ബസ്സിൽ കാഠ്മണ്ഡുവിലേക്ക് പോഖറയിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ടേ ചിലപ്പോൾ അങ്ങോട്ടുള്ള ബസ് കിട്ടുന്ന വലിയ ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പോൾ കാഠ്മണ്ഡുവിലേക്കാണ് പോകുന്നത് ആദ്യം.
ഞാൻ ഇത് ഇവിടെയാണോ റൂം എടുത്തിരിക്കുന്നത്? ഓയോ ഹോട്ടൽ സ്റ്റാൻഡേർഡ് ഡെലക്സ് അങ്ങനെ ഇതൊക്കെ ഉണ്ടോ? അല്ലേ കുഴപ്പമില്ല. ഞാൻ ആദ്യം കുടുങ്ങിപ്പോയി ഇവിടെ വന്നിട്ട്. ഇവിടെ ഇന്ത്യൻ മണി ഏതാണ്ട് 500 രൂപ കൊടുക്കേണ്ടി വന്നു റൂമിന്. ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ നേരത്തെ പുറത്ത് പോയ സമയത്ത് ഞാൻ അന്വേഷിച്ച സമയത്ത് അതായത് നേപ്പാളി മണം അത് 600 രൂപ അങ്ങനെ എങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്യും, റൂം മാറ്റും. ഈ സ്ഥലത്താകെ ഒന്നും കാണാനൊന്നുമില്ല. ഇതോടെ ചെറിയൊരു തെരുവാണ് കേട്ടോ. ചെറിയൊരു സ്ട്രീറ്റാണ്. ഞാനിപ്പം പോകുന്നത് നമ്മുടെ ചന്ദ്രഗിരി ഹിൽസില്ല, അതിന് മുകളിലൊരു അമ്പലമാണ്. അപ്പോൾ അതിൽ കേബിൾ കാറിലൊക്കെ പോകണം. അതിന് മുകളിലെത്തണമെങ്കിൽ കേബിൾ കാറിൽ. അപ്പോൾ അതിൻ്റെ പേ സ്റ്റേഷനിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ബസ് കിട്ടുന്ന അവർ പറയുന്നത് കൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ മാറിക്കയറേണ്ടി വരും. അപ്പോൾ എന്താണെന്നറിയില്ല, പോയി നോക്കട്ടെ. പിന്നെ ഇവിടെ മറ്റേ നമ്മളെ ഈ ബൈക്കിൽ നമുക്ക് ഇത് ടാക്സി പോലെ സോറി ആരെന്തോ പറഞ്ഞു എന്തോ വേണ്ടിയിട്ട്. അപ്പം കൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അവിടുന്ന് വേറെ എന്തെങ്കിലും മാർഗം അങ്ങോട്ട് പോകണം ഈ ബസ് സ്റ്റേഷനിലേക്ക്, ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് സ്റ്റേഷനിലേക്ക്. ഇവിടെ ഏതെങ്കിലും ടൂർ ഏജൻസി ഉണ്ടെങ്കിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, ആദ്യം ഒന്ന് ഇവിടെ ഒന്ന് കണ്ടിറക്കാം. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ചാർജാണ് കേട്ടോ അവിടെ. ഞാൻ നേരത്തെ കഴിച്ചത് ഒരു റൈസായിട്ടുള്ള എന്തോന്ന് പേര് പറഞ്ഞു, അതിന് ഏതാണ്ട് 300 രൂപയായിട്ടാണ് അവർ പറയുന്നത്. ഞാൻ കഴിച്ചു 300 രൂപ. ഓക്കെ, ഞാനിപ്പോൾ ആ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ നേരെ പോകുന്നത് ഒരു മെയിൻ റോഡിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സിന് പോകണം, ലോക്കൽ ബസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബൈക്കിൽ നമുക്ക് എന്താ പറയുക ടാക്സി പോലെ ഇവിടെ ഓടുന്നുണ്ട്. അതിന് ഭയങ്കര ചാർജാണ് കേട്ടോ. ഞാൻ നേരത്തെ ഈ ചന്ദ്രഗിരി ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഏതാണ്ട് 800 റുപ്പീസ് 750 റുപ്പീസ്. അതും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ആകെ 13 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ ഇവിടെ നിന്നുള്ളൂ. ഞാനിവിടുത്തെ ഒരു ബസ് കയറി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ കലങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ലോക്കൽ ബസ്. ഞാനപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആ ബസ്സിലെ കണ്ടക്ടർ എന്നോട് 50 രൂപ വാങ്ങി. ആകെ 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതിലുള്ള 2 സ്ത്രീകൾ എന്നെക്കാട്ടിയും കുറേ മുന്നേ വന്നതാണ്. അവരോട് 20 രൂപ വാങ്ങി രണ്ടാൾക്കും. എന്നോട് 50 രൂപ. എന്താ പറയുക, ഇങ്ങനെ ആളുകളുള്ളതല്ലോ ഞാൻ ആലോചിക്കുന്നു. ഇങ്ങനെ കാര്യമുള്ള പറ്റിലുള്ള പൈസ ഒക്കെ എവിടെ കൊണ്ടുവെക്കാനാണ്? അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് ചന്ദ്രഗിരിയിലേക്കുള്ള ബസ് എടുക്കണം. ഇവിടെ മഴ പെയ്തു. ഇതിപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ കയറുന്നു. മഴ പോകുന്ന ലക്ഷണമില്ല എന്നാണ് തോന്നുന്നത്. കുറേ നേരമായി ഇവിടെ നിൽക്കും. ഇനിയിപ്പോൾ എന്ന് പോകാൻ കഴിയില്ല, ഇത് ഭയങ്കര മഴയാണ് ഇവിടെ. ഇപ്പോൾ ഇത് ചാറിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ചാറുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മുകളിൽ പോയിട്ടാണെങ്കിൽ ആ മലയുടെ മുകളിൽ പോയാൽ പിന്നെ അധികം കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. കാരണം ഒക്കെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ നാളെ രാവിലത്തെ
കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടത്ത സൈഡിലൊരു ഒരു ഒരു ടെമ്പിളാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കട്ടെ. അവിടെ ഒന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ചിത്രീകരിക്കാൻ പറ്റുമെന്നല്ല. അധികം അമ്പലത്തിലും ഇവിടെ നേപ്പാളിൽ അധികം ചിത്രീകരിക്കാനൊന്നും കഴിയില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ, എന്താ സ്ഥിതിയെന്ന് അറിയില്ല. ഇത് ഇവിടെ ഉള്ളൊരു മ്യൂസിയം കേട്ടോ. ഞാൻ നേരത്തെ നടന്ന റോഡില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരാനുണ്ട്.